ബഹുമാനപ്പെട്ട പാർവത്തികളും പാപ്പാത്തങ്ങളുടെ ആണ്ട് നേർച്ചയ്ക്ക് സന്നിഹിതരായിട്ടുണ്ട്. ഒന്നും പറയുന്നില്ല. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്, നാട്ടുകാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഭക്ഷണ വിതരണമുണ്ട്. അതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ഉസ്താദുമാർ ഇവിടെയുണ്ട്, സാദാത്യങ്ങൾ ഇവിടെയുണ്ട്. ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത കാര്യം മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ബഹുമാനപ്പെട്ട പാർവത്തിങ്ങൾ ഉപ്പാപ്പ എന്ന മഹാൻ ഈ താഴക്കോട് കാപ്പുപറമ്പ് പ്രദേശത്തുള്ള ആളുകളുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും പരിസരത്തിലുള്ള മുഴുവൻ ആളുകളുടെയും നാനാജാതി മതസ്ഥരുടെയും ഇതുവഴി യാത്ര ചെയ്യുന്ന മുഴുവൻ യാത്രികരുടെയും എല്ലാവരുടെയും ഒരു അത്താണിയാണ്. എല്ലാവരുടെയും നേരുന്ന പ്രശ്നങ്ങൾക്ക്, എല്ലാവരുടെയും മനസ്സ് വേദനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പരിഹാരമെന്നോണം ഇവിടെ വന്ന് പറയുമ്പോൾ, ഇവിടത്തേക്ക് നേർച്ചയാക്കുമ്പോൾ അതിന് പരിഹാരമുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ നൂറുകണക്കിന് ആളുകളുടെ ഈ സംഗമമെന്ന് നമുക്കറിയാം. അൽഹംദുലില്ലാഹ് വർഷങ്ങളായി ഈ നേർച്ച വളരെ വിപുലമായി കൊണ്ട് തന്നെ ഈ നാട്ടുകാർ, നമ്മോട് ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അതിവിപുലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരൊക്കെയുണ്ടോ, സഹകരിക്കുന്നവർ ആരൊക്കെയുണ്ടോ, എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരു മാസത്തിലധികമായി നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നിങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണം. റമളാൻ ശരീഫിന് മുഅ്മിനീങ്ങൾക്ക് ഓഫറുകളെ കൊണ്ട് അല്ലാഹു വഅദ ചെയ്തിട്ടുള്ള ഒരുപാട് ഓഫറുകൾ ചെയ്യുന്ന റമളാൻ ശരീഫ് നമ്മിലേക്ക് സമാഗതമാകാൻ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. റജബ് നമ്മളോട് വിട പറഞ്ഞു, ശഅബാൻ നമ്മിലേക്ക് കടന്നു കഴിഞ്ഞു. ഈ മാസത്തിലാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ബറാഅത്ത് രാവ് നമുക്ക് വരാനുണ്ട്. വിശ്വാസികളുടെ, അല്ലാഹു അവന്റെ അടിമകളുടെ, അവന്റെ ജീവികളുടെ ഒരു വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. ഇനി ഞാൻ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള ബജറ്റുകളൊക്കെ അവതരിപ്പിക്കപ്പെട്ടു. എന്നാൽ എല്ലാവരുടെയും മനുഷ്യരുടെ മാത്രമല്ല, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ മുഴുവൻ ഒരു വർഷത്തേക്കുള്ള ബജറ്റ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവതരിപ്പിക്കപ്പെടുന്ന മാസം ഈ ശഅബാൻ ശരീഫിന്റെ പകുതിയിലെ ബറാഅത്ത് രാവാണ്. ഇൻഷാ അല്ലാഹ് നമ്മിലേക്ക് കടന്നു വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവ നമ്മുടെ റിസ്ഖ്, നമ്മുടെ ആയുസ്, നമ്മുടെ എല്ലാം റബ്ബ് തആല ഒരു വർഷത്തേക്ക് തീരുമാനിക്കപ്പെടുന്നത് ഈ ബറാഅത്ത് രാവിലാണ്. ആ രാവിലെയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇനിയുള്ള ദിവസങ്ങൾ റമളാനിനെ സ്വീകരിക്കാൻ, അതിനെ ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് വേണം നമ്മളൊക്കെ മുന്നോട്ട് പോകാനെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഈ വലിയന്റെ ആണ്ട് സുദിനത്തില്, ആണ്ട് ദിനത്തില് നമ്മളൊക്കെ എടുക്കേണ്ടുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരൊക്കെ അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്, ഒരുപാട് അധ്വാനിച്ചവരാണ്. ദുനിയാവിനോട് അവർ വിട പറഞ്ഞ് ദുനിയവിയായ എല്ലാ ചിന്തകളും മാറ്റിവെച്ച് അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ദിക്റിലും പ്രാർത്ഥനയിലും വിഭാജിതമായി മാത്രം കഴിഞ്ഞുകൂടി, വർഷങ്ങളോളം കഴിഞ്ഞുകൂടി അല്ലാഹുവിന്റെ പ്രീതിക്ക് പാത്രീഭൂതരായിട്ടുള്ള മഹാന്മാരായ, ഇതുപോലെയുള്ള മഹാന്മാരായ ഒട്ടനേകം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ വലിയ താഴക്കോട് പള്ളിയിൽ പഠിക്കുന്ന ബഹുമാനപ്പെട്ട ഈ സദാർത്ഥികളുടെ വലിയുപ്പ അബ്ദുള്ള കോയ തങ്ങളുപ്പ, അവരുടെയൊക്കെ തണലിലായിക്കൊണ്ടാണ്, അതുപോലെ പാർവത്തിങ്ങളുപ്പാപ്പ അവരുടെയൊക്കെ ആത്മീയ നേതൃത്വത്തിലായിക്കൊണ്ടാണ് നമ്മുടെയൊക്കെ നാടിങ്ങനെ വലിയ വിപത്തുകളില്ലാതെ മുന്നോട്ട് പോകുന്നത്. അവരുടെയൊക്കെ തണല് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ജീവിതകാലം മുഴുവനും നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ,
ഒരുപാട് ആളുകൾ ഈ മഹത്തായ നേർച്ചയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളുടെയും കൽബിൽ ഓരോ പ്രയാസങ്ങളില്ലാത്തവർ, ബുദ്ധിമുട്ടില്ലാത്തവർ ആരും ഉണ്ടാവുകയില്ല. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട്, മഹാനായ ഈ വലിയ തപസ്സുൽ ചെയ്തുകൊണ്ട് ഉസ്താദുമാരുടെ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മഖാമിലേക്ക് കുട്ടികളില്ലാത്ത ഒരാള് അൽഹംദുലില്ലാഹ് നേർച്ചയാക്കിയപ്പോൾ കുട്ടിയുണ്ടായ സന്തോഷത്തില് ഈ മഹാന്റെ കറാമത്ത് കൊണ്ട് അവർക്ക് ഒരു കുഞ്ഞു ലഭിച്ചു എന്ന സന്തോഷത്താൽ ഇന്ന് നടക്കുന്ന ഈ നേർച്ചയിലേക്ക് ഒരു ചാക്ക് അരി കൊണ്ടുവന്ന് പ്രത്യേകം ദുആ ചെയ്ത ഒരാളുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആ കുട്ടിയെ ദുനിയാവിലും ആഖിറത്തിലും ഖൈറായ ഒരു കുട്ടിയാക്കുമാറാവട്ടെ. മക്കളില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അല്ലാഹു ഖൈറായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉള്ള നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അല്ലാഹു എല്ലാ മക്കളെയും സ്വാലിഹായ നമ്മളൊക്കെ മരിച്ചാൽ നമ്മുടെ ഖബറിൽ വന്നിട്ട് അസ്സലാമു അലൈക യാ ഹബീബ് എന്ന് പറയുന്ന ഒരു മകനെ, ഒരു മകളെ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അതുപോലെ രോഗിയായ മറ്റൊരു അനുഭാവി രോഗശമനത്തിന് വേണ്ടി ഒരു ചാക്ക് അരി ഇന്നത്തെ നേർച്ചയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. ഇവിടെ പേര് പറഞ്ഞിട്ടില്ല, ഇന്ന ആളാണെന്ന് ബോധിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിനറിയാം ആരാണ് ആ രോഗി, എന്താണ് രോഗം. അല്ലാഹു കാമിലായ ആജിലായ ശിഫ നൽകട്ടെ. ഈ നിൽക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളിൽ നമ്മളിലൊക്കെ വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. മാറാവ്യാധി രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു കാമിലായ ശിഫ നൽകുമാറാവട്ടെ. അതുപോലെ ഈ മഖാമിൽ നടക്കുന്ന നേർച്ചയിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ ഒരു ഹുണ്ടിക വെച്ച്, ഒരു പെട്ടി വെച്ച് അതിലേക്ക് നാണയത്തുട്ടുകളിട്ട് ഒരുമിച്ച് കൂട്ടി 6750 രൂപ ആയിട്ടുണ്ട്. കഴിഞ്ഞ നേർച്ച മുതൽ ഈ നേർച്ച വരെ ആയപ്പോഴത്തേക്ക് ഒരു സഹോദരൻ ഈ നേർച്ചയിലേക്ക് ആ കാശ് എത്തിച്ചിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നേർച്ചക്കും മറ്റും സാമ്പത്തികവും ശാരീരികമായി സഹായിച്ച ഒട്ടനേകം ആളുകൾ ഈ ഇരിക്കുന്നവരുണ്ട്, നിൽക്കുന്നവരിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അധ്വാനിക്കുന്ന, ഭക്ഷണം വെക്കാനും വിളമ്പാനും ഇപ്പോഴും അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അതുപോലെ ഈ മഖാമിന്റെ നടത്തിപ്പിന് വേണ്ടി ഇവിടെ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഇവിടെയുള്ള സാദാത്യങ്ങൾ, മറ്റ് ബഹുജനങ്ങൾ, അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അതുപോലെ ഇവിടെ ഈ മഖാമിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ഇതിന്റെ സംഘാടകര് ഇവിടെ സൂക്ഷിച്ചു വെക്കുകയല്ല. അവർ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി, സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാശും, ഏകദേശം 7 ലക്ഷത്തോളം രൂപ നാളിതുവരെ ഈ അടുത്ത കാലങ്ങളിലായിക്കൊണ്ട് 7 ലക്ഷത്തോളം രൂപ പാവങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് അതിന്റെ സംഘാടകർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകുമാറാവട്ടെ. അതുപോലെ ഇവിടെ സ്വാന്തന കേന്ദ്രത്തിലും കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് സാധനങ്ങള്, ബെഡുകളും അതുപോലെ വീൽചെയറുകളും അതുപോലെ മറ്റ് ഒരുപാട് സാധനങ്ങൾ, ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ ഒരുപാട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള സ്വാന്തന ഓഫീസിലുണ്ട്. തായ്ക്കോട് പഞ്ചായത്തിന്റെ എവിടെ ആവശ്യമെന്നാലും ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള വസ്തുക്കൾ, സാധനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതിലേക്കൊക്കെ ഇനിയും ഒരുപാട് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മഹാനായ ഈ വലിയന്റെ മഖാമിൽ വരുന്ന സദഖകളും ധർമ്മങ്ങളും ചെലവഴിക്കുന്നത്. അല്ലാതെ ഇതിന്റെ സംഘാടകർ മറ്റ് വേണ്ടാത്ത ഒരു കാര്യങ്ങൾക്കും ഇത് ചെലവഴിക്കുന്നില്ല എന്ന് ഇവിടെ കൂടിയ മുഴുവൻ ആളുകളെയും അറിയിക്കുകയാണ് സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഈ കിടക്കുന്ന മഹാനായ വലിയന്റെ ബർക്കത്ത് കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ആരൊക്കെ എവിടെയൊക്കെയുണ്ടോ അവർക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ഇവിടെ നമ്മുടെ മുഅ്മിനീങ്ങൾ മാത്രമല്ല, നാനാജാതി മതസ്ഥരും ഇന്നിവിടെ ഞാൻ ഒരു 3:30 മണി സമയത്ത് വന്നിട്ട് 4 ഹിന്ദു സഹോദരൻ
സഹോദരിമാർ ഇവിടെയുണ്ട്, അമുസ്ലിം സഹോദരന്മാർ ഇവിടെയുണ്ട്. അവരൊക്കെ നേർച്ചയിലേക്ക്, ഉപ്പാപ്പയുടെ നേർച്ചയിലേക്ക് സംഭാവനകളുമായി നൽകി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. എല്ലാ സമയത്തും ഇവിടെ വാഹനം നിർത്തി ഈ പെട്ടിയിൽ ധർമ്മം ചെയ്യുന്ന ആളുകൾ, മഖാമിൽ പൈസ ഇടുന്ന ആളുകളുണ്ട്. വാഹനത്തിന്റെ കാവലിന് വേണ്ടി, യാത്രയുടെ സുരക്ഷത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവുമായി സഹായിക്കുന്ന, സഹകരിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ അള്ളാഹുവിന്റെ കാവൽ നൽകുമാറാവട്ടെ. യാത്ര ചെയ്യുന്ന ഡ്രൈവർമാര്, വാഹനം ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാര്, ബസ് ഡ്രൈവർമാര്, അതുപോലെ ഇവിടെ സിയാറത്തിന് വരുന്ന മറ്റുള്ള ആളുകൾ എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും പേര് പറഞ്ഞാല് സമയം പോകും. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർ ദുആ ചെയ്യുകയാണ്. ആ ദുആയിലേക്ക് കടക്കുന്നു. അതിന്റെ മുമ്പ് ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ത്രീകൾ, അവർ നിൽക്കുന്ന തങ്ങളുടെ വീടിന്റെ സമീപം അവിടെ തന്നെ നിൽക്കുക. ഭക്ഷണം സംഘാടകർ അങ്ങോട്ട് എത്തിക്കുമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. സ്ത്രീകൾ അവിടെ തന്നെ തങ്ങളുടെ വീടിന്റെ ഭാഗത്ത് നിൽക്കണം. അതുപോലെ മൗലിദിന് ഇരുന്ന് ഓടിയ ആളുകൾ അവിടെ തന്നെ ഇരിക്കുക. നിങ്ങൾക്കുള്ള ഭക്ഷണം നിങ്ങളുടെ കയ്യിൽ ഇവിടെ സംഘാടകർ എത്തിച്ചു തരുമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. നിൽക്കുന്ന ആളുകൾ ഇൻഷാല്ലാഹ് നിൽക്കുന്ന വഴിയിൽ അതിന്റെ ആ ലൈനായിട്ടുണ്ട്. അതിന്റെ ബാക്കിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ വേണ്ടി ആരും തിക്കും തിരക്കും ഉണ്ടാക്കാതെ ഇൻഷാല്ലാഹ് സംഘാടകരുമായി സഹകരിക്കണം. അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ഇനിയുമുള്ള കാലങ്ങളിൽ അതിവിപുലമായ നിലയ്ക്ക് മഹാനായ ഈ വലിയന്റെ നേർച്ച സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ നിറവേറ്റാൻ, കൊണ്ടാടാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നിവിടെ വന്നിട്ടുള്ള ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. എല്ലാവർക്കും ഓരോരുത്തരുടെയും ഖൽബിലുള്ള മുറാദുകൾ അല്ലാഹു വീട്ടിത്തുരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഉസ്താദ് ദുആ ചെയ്യും. ദുആക്ക് ശേഷം ഭക്ഷണ വിതരണം ഉണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒരുപാട് സലാത്തികളുണ്ട്, അലിമീങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും സമ്മതപ്രകാരം ബഹുമാനപ്പെട്ട താഴക്കോട് പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് നമുക്ക് ദുആ ചെയ്യും. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الراحمين على سيدا يا الملك الجبار يا الله. അല്ലാഹു നിന്റെ പരിശുദ്ധ വലിയന്റെ അടുത്ത് ഒരുമിച്ച് കൂടിയതിന് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹു ഓതിയ ഖുർആൻ പാരായണങ്ങൾ, മൗലിദ് ശരീഫ്, സ്വലവാത്തുകൾ, സലാമുകൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹു ഇതിന്റെ മിസ്ല സവാബിനെ നീ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്.
അല്ലാഹു അതുപോലെ മറ്റു അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ശുഹദാക്കൾ സിദ്ദീഖീങ്ങൾ ആരിഫീങ്ങളുടെ റവാഹുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പ്രത്യേകിച്ച് മഖാമിൽ എത്തി വിശ്രമം കൊള്ളുന്ന നിന്റെ പരിശുദ്ധ വലിയന്റെ റൂഹിലേക്ക് ഹദറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടുന്നവരാണ്. രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ സംരംഭത്തിലേക്ക് സംഭാവനകൾ അർപ്പിച്ച ആളുകൾ റബ്ബേ ചില്ലറയായും വലിയ സംഖ്യകളായും നൽകിയ നേർച്ചയാക്കിയ ആളുകളുടെ റബ്ബേ ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് അല്ലാഹുവേ അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഡ്രൈവർമാരായ സഹോദരന്മാര് റബ്ബേ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും മാരകമായ അസുഖങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെയും അവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ട സ്നേഹിക്കുന്ന സഹായിക്കുന്ന ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകള് അല്ലാഹുവേ ഞങ്ങളോട് നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച ആളുകൾ എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെയും അവരുടെയും ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ അല്ലാഹ്. എല്ലാവിധ ആപത്ത് പല മുസീബത്തുകളിൽ നിന്നും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ വലിയന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എന്തെല്ലാം ഉദ്ദേശങ്ങളും അതെല്ലാം നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ കടബാധ്യതകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ അത് വീട്ടാനുള്ള ഹലാലായ മാർഗം നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഖൈറായ വഴി നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ത്വാഅത്തിലായി നിന്നെ വഴിപ്പെട്ടുകൊണ്ട് ഒരുപാട് കാലം സന്തോഷത്തോടെ റാഹത്തോടെ ഇസ്സത്തോടുകൂടെ ജീവിക്കാൻ ആരോഗ്യത്തോടെ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഇരുലോകത്തും നീ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ മുസ്ലിം സഹോദരങ്ങൾ ഇതിലേക്ക് സംഭാവനകൾ നൽകിയവരുണ്ട്, നേർച്ചപ്പെട്ടിയിലേക്ക് ക്യാഷിട്ടവരുണ്ട്. അല്ലാഹുവേ ദുനിയവിയായ അവരുടെ ലക്ഷ്യങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. അല്ലാഹു അവർക്കൊക്കെ നീ ഹിദായത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെയൊക്കെ വരുമാന മാർഗത്തിൽ നീ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സാലിഹീകളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ തുടർന്നും ഇതുപോലെ എല്ലാ വർഷങ്ങളിലും ഇവിടെ വിപുലമായ രീതിയിൽ നേർച്ച നടത്താനുള്ള തലമുറകളെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്കൊക്കെ നീ ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ ഒരുപാട് മേഖലകളിലൂടെ പഠിക്കുന്നവരാണ് റബ്ബേ. എല്ലാ മേഖലകളിലും അവർക്ക് നീ വിജയം പ്രദാനം ചെയ്യണേ അല്ലാഹ്. എഴുതുന്ന എല്ലാ പരീക്ഷകളിലും അവർക്ക് നീ ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ രണ്ടു ലോകത്തും മക്കളെ കൊണ്ടെല്ലാം നിലക്കുള്ള വിജയവും അഭിമാനവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഒരു നിലക്കുള്ള അപമാനവും പരാജയവും അശമത്തരവും ഞങ്ങൾക്ക് ആർക്കും നീ മക്കളെ കൊണ്ട് നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ നിന്നെയും മാതാപിതാക്കളെയും പരിപൂർണമായും അനുസരിക്കുന്ന സാലിഹീകളായ സന്താനങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്ക് നീ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഇൽമും ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിച്ച് നൽകണേ അല്ലാഹ്. അല്ലാഹുവോട് ഒരുമിച്ച് കൂടി എല്ലാ സഹോദരി സഹോദരന്മാരും റബ്ബേ അവരുടെ വീടുകളിലും കുടുംബത്തിലും നീ സമാധാനം നൽകണേ റബ്ബേ. അല്ലാഹുവേ പരസ്പരം തെറ്റി നിൽക്കുന്നവര്, പരസ്പരം വൈരാഗ്യം വിദ്വേഷം വെറുപ്പും വെച്ച് പുലർത്തുന്നവര് റബ്ബേ അവർക്കിടയിൽ നീ ഐക്യവും ഒത്തൊരുമയും ശാന്തിയും സമാധാനവും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ കുടുംബ ജീവിതത്തിൽ നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ വിവാഹപ്രായമെത്തി കല്യാണം ശരിയാവാതെ നിൽക്കുന്ന സഹോദരി സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ അനുയോജ്യരായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഖൈറായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലമായി ഇപ്പം മക്കളില്ലാത്തവരുണ്ട്, ഒരുപാട് ചികിത്സകൾ നടത്തി പരാജയപ്പെട്ടവരുണ്ട് റബ്ബേ. ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് അവർക്ക് നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്.
അല്ലാഹുവേ സാലിഹീങ്ങളായ ആൺമക്കളെയും സാലിഹാത്തുകളായ പെൺമക്കളെയും നൽകണേ അല്ലാഹുവേ ഗർഭിണികളായ സഹോദരിമാരും അല്ലാഹുവേ ഗർഭകാലം ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും പെടുത്താതെ സമയമാകുമ്പോൾ അവർക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹുവേ അവരുടെ നിലക്കുള്ള പ്രയാസത്തിലും നീ പെടുത്തല്ല സുഖപ്രസവം നൽകണേ അല്ലാഹുവേ അതുപോലെ പല നിലക്ക് പ്രയാസപ്പെടുന്നവര് വീടില്ലാതെ കഷ്ടപ്പെടുന്നവര് ഒരു തുണ്ട് ഭൂമിയില്ലാതെ കഷ്ടപ്പെടുന്നവര് അല്ലാഹുവേ വാടകയ്ക്ക് കഴിയുന്നവര് അവർക്കൊക്കെ നീ അനുയോജ്യമായ ഹൈറായ വീട് വെക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അതിനുള്ള സാമ്പത്തിക ശേഷിയും നീ നൽകണേ അല്ലാഹുവേ ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്യുന്നവര് സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്നവര് അല്ലാഹുവേ അവരുടെ ജോലികളിൽ നീ ഹൈറും ബറക്കത്തും നീ ചൊരിയണേ ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി അർപ്പിച്ചു കൊടുക്കണേ ജോലികളിലും കിട്ടുന്ന സമ്പാദ്യങ്ങളിലും നീ ഹൈറും ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കണേ വരുമാന മാർഗങ്ങളിൽ നീ ഹൈർ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ മഖാമുമായി ഏതെല്ലാം നിലക്ക് സഹകരിക്കുന്ന ആളുകളുണ്ട് റബ്ബേ അർഹമായ പ്രതിഫലം നീ ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ അല്ലാഹുവേ ഞങ്ങളുടെ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ അതുപോലെ മറ്റു ന്യൂനപക്ഷ ആളുകൾക്ക് ജീവിക്കാൻ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട് റബ്ബേ ഭരണകൂടം ഞങ്ങൾക്കെതിരെ പല നിയമങ്ങളും കൊണ്ടുവരുന്നുണ്ട് റബ്ബേ എല്ലാം നീ നല്ല നിലയിലാക്കണേ റബ്ബേ അവർക്ക് നീ ഹിദായത്ത് നൽകണേ റബ്ബേ അല്ലാഹുവേ ഇവിടുത്തെ എല്ലാ ആളുകൾക്കും നല്ല നിലയിൽ ജീവിക്കാനുള്ള ഒരു ഭരണകൂടത്തെ നൽകണേ റബ്ബേ അല്ലാഹുവേ ഇസ്സത്തോടുകൂടെ ഇത്രയും കാലം ജീവിച്ചതുപോലെ ജീവിക്കാൻ എല്ലാ മതവിഭാഗങ്ങൾക്കും നീ സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരു സന്മനസ് സർക്കാരിന് അതുപോലെ നേതാക്കന്മാർക്ക് നൽകണേ അല്ലാഹുവേ കുതന്ത്രങ്ങൾ മെനയുന്നവരെ നീ പരാജയപ്പെടുത്തണേ അർഹമുർറഹീമീനായ റബ്ബേ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ ഖൈറും ബറക്കത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇതുപോലെ നേർച്ചയിൽ പങ്കെടുത്തിരുന്ന ആളുകളൊക്കെ ഇന്ന് ആറടി മണ്ണിലാണ് അല്ലാഹുവേ ഞങ്ങളുടെ മഹല്ലത്തുകളിലും അതുപോലെ മറ്റു മഹല്ലത്തുകളിലും ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ ഉറ്റവരും ഉടയവരുമായ ആളുകൾ അല്ലാഹുവേ അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹുവേ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ ചൊല്ലിപ്പറഞ്ഞതായ അഅ്മാലുകൾ അതിന്റെ മിഥല സവാബ് അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹു ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അവരുടെ ഖബറിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എല്ലാം നീ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ദൂരീകരിച്ച് സ്വർഗീയമായ ആനന്ദം നൽകണേ സ്വർഗീയമായ ഭക്ഷണപാനീയങ്ങളും വിരിമ്പുകളും വസ്ത്രങ്ങളും നൽകി അവരെ നീ ആദരിക്കണേ അല്ലാഹുവേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹുവേ സിറാത്ത് വേഗത്തിൽ വിട്ടുകിടക്കുന്ന മുത്തഖീങ്ങളിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മറ്റു സ്വാലിഹീങ്ങളോടും ഒപ്പം അവരെയും ഞങ്ങളെയും നീ കുടുംബസമേതം നീ ഒരുമിച്ച് കൂട്ടണേ നിന്റെ ലിഖാഉം റിളയും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് പുഞ്ചിരി തൂകി വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആയി ലോകത്തിൽ നിന്ന് വിട പറയാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കും മേൽ പറയപ്പെട്ട എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم